ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് വ്ലോഗ്. നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലുള്ള തിരുമലൈ കോവിൽ ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് അവിടുത്തെ യാത്രകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. നമ്മൾ കൊട്ടാരക്കര പുനലൂർ വഴിയായിരുന്നു ഗൈസ് ഇവിടേക്ക് വന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ട് ഗൈസ്. അവിടെ നിന്ന് ഒരു കുട്ടി കുപ്പിയിൽ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് വന്നപ്പോൾ കണ്ടൊരു സ്പോട്ടാണ് ഗൈസ് ഇത്. ഇത് നല്ലൊരു അരുവിയായിരുന്നു. എല്ലാവരും ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ഇനി തമിഴ്നാടാണ് ഗൈസ്. നമ്മളങ്ങനെ അതിൻ്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ കാപ്പി കുടിക്കാനായിട്ട് ഇവിടെയായിരുന്നു ഗൈസ് നിർത്തിയത്. അതിനടുത്തായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് തമിഴ്നാട് ഗ്രാമങ്ങൾ കാണാൻ പറ്റും. ഇവിടെ വരുന്ന എല്ലാവരും ഇത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോകാറ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട് ഗ്രാമവീഥികളിലൂടെയാണ് ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിന് രണ്ട് സൈഡിലായും വയൽപ്പാടങ്ങളാണ് ഗൈസ്. ചെറിയ കാറ്റൊക്കെ കൊണ്ട് തമിഴ്നാടിൻ്റെ ഗ്രാമവീഥികളിലെ ഭംഗിയൊക്കെ ആസ്വദിച്ചു പോകാൻ തന്നെ നല്ലൊരു പ്രത്യേക ഫീലായിരുന്നു ഗൈസ്. പോകുന്ന വഴിയിലെല്ലാം വയൽപ്പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ കാണാൻ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു. നമ്മളതൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് ഇവിടെ കുറേ തെങ്ങും തോപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. ഇവിടുത്തെ തെങ്ങിനൊന്നും നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ലാന്ന് ഇത് കണ്ടപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തെങ്ങ് കൃഷികൾ കാണാൻ കുറവാണെങ്കിലും തമിഴ്നാട്ടിലേക്ക് വന്നാൽ നമുക്ക് കുറേ തെങ്ങും തോപ്പുകൾ കാണാനായിട്ട് സാധിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ തിരുമലൈക്കോവിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ആ കാണുന്നതാണ് ക്ഷേത്രം. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോകാനായിട്ടുണ്ട് ഗൈസ്. നമ്മൾ അവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ഇവിടെ അടുത്തായിട്ടാണ് ഗൈസ് പുഷ്പ സിനിമയിലെ ഒരു സോങ് ഷൂട്ട് ചെയ്ത പാറ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം അവിടേക്ക് പോകുന്നത്. ഈ വഴിയാണ് ഗൈസ് ആ പാറയിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ആ ക്ഷേത്രം അടുത്ത് കാണാനായിട്ട് സാധിക്കും. ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ നല്ല സുഖമാണ് ഗൈസ്. കാരണം നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഈ പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ നല്ല ഭംഗിയായിരുന്നു ഗൈസ്. കാരണം മലകളിലൊക്കെ ഇങ്ങനെ മേഘങ്ങൾ വന്ന് തട്ടി നിൽക്കുന്നത് പോലെയായിരുന്നു ഗൈസ് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. നമ്മുടെ കണ്ണുകളെ അവിടെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കുറച്ചധികം നേരം ഈ പാറയുടെ മുകളിൽ നിന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിലേക്കാണ് വന്നത്. ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ക്ഷേത്രത്തിലേക്ക് നമുക്ക് സ്റ്റെപ്പ് കയറിയും അല്ലാതെ വണ്ടിയിലും പോകാനായിട്ട് സാധിക്കും ഗൈസ്. 1008 പടികളോ എന്തോ ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. നമുക്ക് വണ്ടിക്ക് ചെറിയൊരു ഫീ ഒക്കെ അടച്ചിട്ട് നമുക്ക് വണ്ടിയിൽ മുകളിൽ ചെന്ന് എത്താനായിട്ട് സാധിക്കും ഗൈസ്. ഈ മുകളിലേക്ക് കയറുന്തോറും കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഗൈസ്. അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ മലയിൽ ഇങ്ങനെ മേഘങ്ങൾ ഇറങ്ങി ഇങ്ങനെ ഒഴുകി നടക്കുന്നതൊക്കെ ആയിട്ടാണ് ഗൈസ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുമായിരുന്നു ഈ കാഴ്ചകളൊക്കെ. നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളായിരുന്നു ഗൈസ് ഇവയെല്ലാം. നമ്മൾ ഈ കാണുന്ന റോഡുകളിലൂടെയാണ് ഗൈസ് അമ്പലത്തിന് മുകളിലേക്ക് എത്തുന്നത്. ഇത് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുകളിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് അമ്പലത്തിന് മുകളിൽ നിന്നുള്ള വ്യൂ കാണാം ഗൈസ്. സ്റ്റെപ്പ് കയറി വരുന്നത് ഇതുവഴിയാണ് ഗൈസ്. ക്ഷേത്രത്തിനകത്ത് നമുക്ക് വീഡിയോയും ഫോണും ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ അകത്തെ കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ക്ഷേത്രത്തിൽ കയറി തൊഴുതതിന് ശേഷം കുറേ സമയം നമ്മൾ അവിടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ക്ഷേത്രത്തിന് മുകളിലും ഇതുപോലെ നല്ല കാറ്റായിരുന്നു ഗൈസ്. അവിടെ കിടന്ന് കുറേ പേര് ഉറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് നല്ല ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. ഇവിടുത്തെ പ്രസാദം ലഡു ആയിരുന്നു ഗൈസ്. പിന്നെ അവിടെ കടയിൽ നിന്ന് തന്നെ പുളിച്ചോറ്, തൈര് സാദം, വട അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഗൈസ്. നമ്മളതിൽ പുളിച്ചോറ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.